കോഴിക്കോട് നഗരത്തിലെ മത്സ്യ മാർക്കറ്റുകളിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന. മത്സ്യത്തിൽ അമോണിയ ചേർത്തിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. മത്സ്യങ്ങളിൽ ഫോർമാലിൻ കലർത്തിയോ എന്നറിയാൻ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. കോഴിക്കോട് നിന്ന് ജിൽഷാദ് നൽകും കൂടുതൽ വിവരങ്ങൾ. ജിൽഷാദ്, എപ്പോഴാണ് പരിശോധന ആരംഭിച്ചത്? ഇപ്പോഴും തുടരുകയാണോ? സായികുമാർ, ഇന്ന് രാവിലെയോടെയായിരുന്നു പരിശോധന ആരംഭിച്ചത്. കോഴിക്കോട് നഗരത്തിലെ മത്സ്യ മാർക്കറ്റിൽ പരിശോധന നടത്തുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ചേർന്നാണ് പരിശോധന നടത്തുന്നത്. പരിശോധനയിൽ അമോണിയം ഫോർമാലിൻ കലർന്ന മത്സ്യം വിൽക്കുന്നതായി സംശയമുള്ളതിനാൽ വിദഗ്ധ പരിശോധനയ്ക്കായി മത്സ്യത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽ ചൂട് കൂടിയതിനാൽ പൊതുവെ മത്സ്യലഭ്യത കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ മംഗലാപുരം അടക്കം മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് മത്സ്യം വരുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു പരിശോധന. മത്സ്യവുമായി വന്ന വണ്ടികളിലടക്കം പരിശോധന നടന്നു. സായികുമാർ, ജിൽഷാദ്, ഈ പരിശോധനയുടെ ഫലം എപ്പോൾ ലഭിക്കുമെന്നാണ് അറിയുന്നത്? പരിശോധന ഫലം വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഒരു റിലീസിംഗ് ഇറക്കും തന്നെയാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ജിൽഷാദ്, എന്ത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? സംശയത്തിനിടയാക്കിയ സാഹചര്യം എന്താണ്? ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പൊതുവെ കേരളത്തിൽ ചൂട് കൂടിയതിനാൽ കേരളത്തിൽ മത്സ്യലഭ്യത കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതര സംസ്ഥാനം മംഗലാപുരം അടക്കം അത്തരം പ്രദേശങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് മത്സ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അമോണിയം ഫോർമാലിൻ തുടങ്ങി കലർന്ന മത്സ്യങ്ങൾ വ്യാപകമായി വിറ്റയക്കുന്നതായി വിൽപ്പനയ്ക്ക് വെച്ചുള്ള പരാതികൾ ഉയർന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പരിശോധന ആരോഗ്യവകുപ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ജിൽഷാദ്, ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ മത്സ്യം വിൽപ്പന നടത്തരുത് എന്ന നിർദ്ദേശം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ വ്യാപാരികൾക്ക്? അത്തരം നിർദ്ദേശങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതായത് ഇത് വിദഗ്ധ പരിശോധന നടത്തിയിട്ട് എന്തെങ്കിലും മറ്റു നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് അവർക്ക് നൽകുകയുള്ളൂ. കോഴിക്കോട് മത്സ്യ മാർക്കറ്റിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തുകയാണ്. അമോണിയ കലർന്നിട്ടുണ്ട് എന്നുള്ള വിവരത്തെ തുടർന്ന് അല്ലെങ്കിൽ പരാതിയെ തുടർന്നാണ് പരിശോധന നടത്തുന്നത്. ജിൽഷാദ്, ഇപ്പോൾ കോഴിക്കോട് മാത്രമാണോ അതോ മറ്റിടങ്ങളിൽ, കോഴിക്കോട് ജില്ലയിലെ തന്നെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശോധന നടക്കും എന്നാണോ അറിയുന്നത്? ഇപ്പോൾ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ മാത്രമാണ് പരിശോധന നടക്കുന്നത്. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയും അതേപോലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിർദ്ദേശമുണ്ട് എന്ന് തന്നെയാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള കേന്ദ്രങ്ങളിലും ഉടൻ തന്നെ പരിശോധന നടക്കാൻ അവർ ഉദ്ദേശിക്കുന്നുമുണ്ട്.